ഇടുക്കി തൊടുപുഴ ബിജു കൊലപാതക കേസിലെ മുഴുവൻ പ്രതികളും റിമാൻഡിൽ. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് രണ്ടാം പ്രതി ആഷിഖിനെ ഇന്നലെ തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊല്ലപ്പെട്ട ബിജുവിന്റെയും ഒന്നാം പ്രതി ജോമോന്റെയും ബാങ്ക് ഇടപാടുകൾ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. അതേസമയം ബിജു ജോമോന് പണമൊന്നും നൽകാനില്ലെന്നും നിരന്തരം ജോമോൻ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും ബിജുവിന്റെ ഭാര്യ മഞ്ജു പറഞ്ഞു. ഇടുക്കി തൊടുപുഴ ചുങ്കം സ്വദേശി ബിജു ജോസഫിനെ കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ 4 പേരും റിമാൻഡിലാണ്. ഒന്നാം പ്രതി ജോമോൻ, രണ്ടാം പ്രതി ആഷിഖ്, മൂന്നാം പ്രതി മുഹമ്മദ് അസ്ലം, നാലാം പ്രതി ജോമിൻ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി നടത്തിയ ചോദ്യം ചെയ്യലിലും തെളിവെടുപ്പിലും നിർണായക വിവരങ്ങളും തെളിവുകളും പോലീസ് കണ്ടെത്തിയിരുന്നു. ബിജുവിനെ കടത്തിക്കൊണ്ടുപോയ ഓമിനി വാനിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുവാൻ ഉപയോഗിച്ച ഇടിവളകൾ, ആഷിക്ക് ബിജുവിനെ ആക്രമിച്ച കത്തി, ആക്രമണ സമയം പ്രതികൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ തുടങ്ങിയ നിർണായക തെളിവുകൾ പോലീസ് കണ്ടെത്തിയിരുന്നു. കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഏറ്റവും ഒടുവിൽ രണ്ടാം പ്രതിയായ ആഷിഖിനെ ഇന്നലെയാണ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. ബാങ്ക് ഇടപാട് സംബന്ധിച്ച രേഖകളടക്കമാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ഒപ്പം കൊല്ലപ്പെട്ട ബിജുവിൻ്റെയും പ്രതികളുടെയും കോൾ ഡീറ്റെയിൽസും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. അതേസമയം ബിജു ജോമോന് പണം നൽകാനില്ലെന്നും ജോമോനാണ് പണം നൽകാനുള്ളതെന്നും ആരോപിച്ച ബിജുവിൻ്റെ കുടുംബം രംഗത്തെത്തി. ബിസിനസ് പിരിയുമ്പോൾ രേഖകൾ പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ബിജു ജോമോന് ചെയ്തു നൽകിയിട്ടുണ്ടെന്നും കുറ്റവാളികൾക്ക് അർഹിച്ച ശിക്ഷ കിട്ടണമെന്നും ബിജുവിൻ്റെ ഭാര്യ മഞ്ജു പറയുന്നു. പ്രശ്നങ്ങളുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ ഷെയർ പിരിഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അറിയത്തുള്ളൂ. ഇച്ചിരി ഒടുക്കത്തിൽ തന്നെയായിരുന്നു അവർ. പിന്നെ വേറെ കൂടുതലായിട്ടൊന്നും ബീച്ചാറിങ്ങനെ അവനൊന്നും കൊടുക്കാനുള്ളതായിട്ടൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്നും ബിജുവിൻ്റെ കുടുംബം പ്രതികരിച്ചു. കോൾ ഡീറ്റെയിൽസും ബാങ്ക് ഇടപാട് സംബന്ധിച്ച രേഖകളും വിശദമായി പരിശോധിച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുവാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. റിപ്പോർട്ടർ, ഇടുക്കി.